ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അത്തായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത്തത്തിൻ്റെ പിറ്റേ ദിവസമായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്തത്തിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അമ്മ രാവിലെ എണീറ്റിട്ട് മുറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ അമ്മ ഭയങ്കര മുറ്റടിയിലാണ്. അപ്പോൾ ഞാൻ പോയിട്ട് വേഗം പല്ല് തേക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പല്ലൊക്കെ തേച്ച് വന്നിട്ട് വേണമല്ലോ നമുക്ക് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുമായിരുന്നു, പണ്ട് ചെറുപ്പത്തിലൊക്കെ ഒരു ത്രില്ലായിരുന്നു കേട്ടോ ഇതിനൊക്കെ. ഇപ്പോൾ ഒരു ഭാരം തീർക്കണ പോലെയായി. പിന്നെ ആദ്യം ഗ്രീഷ്മയൊക്കെ കിടന്നുറങ്ങുകയാണ്, ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ. അതിനെ പിന്നെ ഞാൻ എണീപ്പിക്കാൻ പോയില്ല, സൺഡേ അല്ലേ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അമ്മ ചാണകമൊക്കെ മെഴുകാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി. അമ്മയ്ക്ക് തന്നെ കൺഫ്യൂഷനാണ് കേട്ടോ, ഇത് എവിടെയാണ് മെഴുകേണ്ടത് എന്നൊക്കെ. പിന്നെ നമ്മുടെ മുറ്റം അങ്ങോട്ട് ശരിയല്ല, കാരണം മുറ്റത്തിൻ്റെ ഷേപ്പൊന്നും ശരിയല്ല, പിന്നെ ആകെ കുണ്ടും കുഴിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒപ്പരപ്പായിട്ടുള്ള സ്ഥലത്ത് മെഴുകാലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അങ്ങനെ ചോദിക്കണത്, എവിടെ മെഴുകണ്ടേന്ന്. അങ്ങനെ നമ്മൾ ഏകദേശം സെൻറ്ററൊക്കെ നോക്കിയിട്ട് എന്നാൽ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് മെഴുകിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ വീട്ടിൽ പൂവൊന്നും വാങ്ങിയിട്ട് ഇടണ പതിവില്ല കേട്ടോ. നമ്മൾ ഓണത്തിൻ്റെ അന്ന് മാത്രമാണ് പൂവൊക്കെ വാങ്ങിയിട്ട് ഇടുക. അപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ചൊക്കെ പൂക്കളൊക്കെ ഉണ്ട്. നമ്മുടെ കോളാമ്പിയും അതേപോലെ കൃഷ്ണകിരീടം, മൂസണ്ട, പിന്നെ ചെറിയ ഈ ലൈറ്റ് റോസായിട്ടുള്ള റോസാപ്പൂക്കളില്ലേ, അതൊക്കെ ഉണ്ട്, കോളാമ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പൊട്ടിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു റോസയും കൂടി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് പൊട്ടിക്കാൻ എനിക്ക് മനസ്സനുവദിച്ചില്ല. അപ്പോൾ ഒരു കുഞ്ഞു ചെമ്പരത്തിയും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒക്കെ പൊട്ടിച്ചിട്ട് നമ്മളങ്ങോട്ട് തട്ടിക്കൂട്ടിയിട്ട് ഒരു അത്തപ്പൂക്കൾ ഇടേണ്ടത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെറിയൊരു പൂക്കളാണ് ഇടുന്നത്. ഈ ഒരു പൂക്കളൊക്കെ വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതിന് അമ്മ കുറച്ച് ബുഷിൻ്റെ ഇലയും കൂടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ബുഷ് മീൻസ് ബുഷല്ല കേട്ടോ, അങ്ങനത്തെ വേറൊരു കുറ്റിച്ചെടി പോലത്തെ ഒരു ചെടി. അപ്പോൾ അതിൻ്റെ ഇലയും കൂടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നടുവിൽ ഈ നമ്മുടെ ചെമ്പരത്തി അങ്ങോട്ട് വെച്ചിട്ട്, പിന്നെ അതുകൊണ്ട് നമ്മുടെ ആ ബുഷ് പോലത്തെ ഒരു ഇല ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇതൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളൊരു തട്ടിക്കൂട്ടായിട്ടുള്ള അത്തപ്പൂക്കളം തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ വരച്ചിട്ട് ഇടുമോ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഇതിപ്പോൾ സൺഡേ ആയിട്ടാണല്ലോ അത്തം വന്നിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെയും കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടി. അല്ല സ്കൂളിൽ പോണ ദിവസമാണെങ്കിൽ വെറും തട്ടിക്കൂട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. പിന്നെ അമ്മയും കൂടെ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും പാടെയാണ് പൂക്കളൊക്കെ ഇടുന്നത്. പിന്നെ അമ്മയ്ക്ക് ഇതിനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പൂക്കളിടാനൊക്കെ ഇഷ്ടമാണ് അമ്മയ്ക്ക്. എന്നാൽ എനിക്ക് തോന്നുന്നു എനിക്കാണ് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ പൂക്കളിടുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് അമ്മായി അപ്പുറത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അമ്മായിയുടെ മോളുണ്ട്, നീരജ എന്നുള്ള പേരിട്ട രണ്ടാമത്തെ മോള്. അപ്പോൾ അവൾക്ക് ഈ പറഞ്ഞ മാതിരി അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. വേണോ വേണ്ട വെച്ചിട്ടാണ് അവൾ എണീക്കണത് തന്നെ. പിന്നെ ഞായറാഴ്ചയാണല്ലോ, മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല, സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ട്യൂഷന്, സ്കൂൾ അങ്ങനെ ബിസി ആവുമല്ലോ. അതുകൊണ്ട് പിന്നെ അവൾക്കും മടി തന്നെയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ പൂക്കളിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളൊരു മുക്കുറ്റിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കിഴക്കോട്ടായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂക്കൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അത്രയ്ക്ക് അടിപൊളിയൊന്നുമല്ല കേട്ടോ, കുഞ്ഞു പൂക്കളല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുക്കളയിൽ വന്നിട്ട് ചായയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ സിമ്പിളായിട്ടുള്ള കടിയാണ് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് അമ്മ എൻ്റെ കൂടെ പൂക്കളിടാൻ വേണ്ടി ഇരുന്നത്. വേറെ ഒന്നല്ല, പഴം പുഴുങ്ങിയതും പപ്പടമാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പിന്നെ അത് എളുപ്പമുണ്ടല്ലോ, പഴം അങ്ങോട്ട് വേവിക്കാൻ വെച്ചാൽ പപ്പടവും കാച്ചിയാൽ നമ്മുടെ പണി തീർന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ പൂക്കളിടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി പോയിട്ടൊന്ന് കുളിക്കണം. കുളിച്ചിട്ടാണെങ്കിൽ ബാക്കിയുള്ള പരിപാടീസൊക്കെ ഓക്കെ. മുഖം കാണുമ്പോൾ ഭ്രാന്തത്തിയോളം പോലെ ഉണ്ട്. കുളിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നതാട്ടോ. അപ്പോൾ വന്നപ്പോൾ ആദ്യം എണീറ്റിട്ട് ഇങ്ങനെ കമന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണീറ്റാലും കുറച്ച് നേരമൊക്കെ അങ്ങനെ കിടന്നിട്ടൊക്കെയാണ് ആൾ എണീക്കുക. അപ്പോൾ പിന്നെ ഞാൻ അപ്പത്തിനും കുളിക്കാൻ പോയി. ഞാൻ കുളിച്ച് വന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നുണ്ട്. അച്ഛൻ പിന്നെ അവിടെ TV വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യനെയൊക്കെ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുളിപ്പിച്ച് കൊടുന്നപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഗ്രീഷ്മ മുടിയൊക്കെ ചീന്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ മറ്റേ ഹരിതക്കാരുണ്ടല്ലോ, ഹരിതകർമ്മസേന, ആ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കവറുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ ആദ്യമോട് ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പൈസയൊക്കെ വാങ്ങി അവർ കവറൊക്കെ ഇട്ട് പോയി. ആദ്യം കുറിയൊക്കെ തൊട്ട് കുളിച്ച് മിടുക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴം ആൾക്ക് വലിയൊരു പഴം
പുഴുങ്ങിയത് വലിയ ഇഷ്ടമില്ല, പച്ചയോടാട്ടോ താല്പര്യം. അപ്പോൾ വലിയൊരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും അമ്മ അങ്ങനെ കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനിഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അവൻ അവിടെ ഇരിക്കണമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെയും ഗ്രീഷ്മയുടെയും ആദ്യയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും അമ്മയും കൂടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇരിക്കണേക്കാൾ മുന്നേ തന്നെ അമ്മ ഇരുന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സമയം 9:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാനും കൂടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പപ്പടപ്പാത്രം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ 150 വാങ്ങിയതാട്ടോ. നല്ല പാത്രമാണ്. പക്ഷേ കുറച്ച് പപ്പടേ നമ്മൾ കാച്ചി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാരില്ലല്ലോ നമ്മൾ, അതുകൊണ്ട് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് തോനെ പപ്പടം കാച്ചിയിട്ട് അതിലിടാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതാ ഒരുപാട് പച്ചക്കറികൾ ഇതാ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ, അവിയൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അത്തല്ലേ, അപ്പോൾ ചെറിയ രീതിക്കൊരു സദ്യ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രീഷ്മയാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് ആവുക എല്ലതും, അപ്പോൾ പെട്ടെന്ന് സ്പീഡിലാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നല്ല ഉഷാറിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇതാ അമ്മ പോയിട്ട് നമ്മുടെ അടുപ്പൊക്കെ ഇതാ എന്താ പറയുക ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ അടുപ്പിൽ വെക്കുന്ന കാരണം ഇങ്ങനെ കരി പിടിക്കുമല്ലോ, അപ്പോൾ നന്ന് നമ്മളിങ്ങനെ ഉരച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കരിയൊക്കെ പോകും കേട്ടോ, നല്ല നീറ്റാവും. അപ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാലും നമ്മളിപ്പോൾ ഒട്ടുമിക്ക സാധനങ്ങളും ഈ അടുപ്പിൽ തന്നെയാട്ടോ വെക്കണത്. കാരണം നമ്മൾ ഇപ്രാവശ്യം ഗ്യാസ് കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ മുൻകരുതലായിട്ട് കുറേയൊക്കെ നമ്മൾ അടുപ്പിൽ തന്നെ വെക്കണേ. പിന്നെ ഗ്രീഷ്മത തേങ്ങ ചിരകുന്നുണ്ട്, അമ്മ അവിയലിക്ക് അരി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതാ തേങ്ങ വറക്കുക, അങ്ങനെ ഓരോ പണികളിലായിട്ട് അവർ കടന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ എന്തോ അവിയലിക്ക് തൈര് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അച്ഛൻ ആദീനെയും കൂട്ടിയിട്ട് ഇതാ പുറത്തേക്ക് പോകുന്നുണ്ട്. അച്ഛൻ പുറത്തേക്ക് പോകുമ്പോൾ അത് പിന്നാലെ പോകും. അപ്പോൾ അങ്ങനെ ഒരു ശീലം വന്നിട്ടുണ്ട് കുട്ടിക്ക്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടിച്ചു വരാൻ നിന്നു കേട്ടോ. അപ്പോൾ അടിക്കലും തുടയ്ക്കുക തിരുമ്പ് അങ്ങനത്തെ പണിയൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചണിലത്തെ പണികളൊക്കെ അവർ രണ്ടാളും പാടെ ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ എന്താ വേഗം അടിച്ചു വരാൻ നിന്നിട്ടുണ്ട്. ഗ്രീഷ്മയ്ക്ക് പിന്നെ ഇൻട്രസ്റ്റ് കൂടുതൽ കുക്കിങ്ങിനോടാണ് കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ ഇങ്ങനെ അടിക്കുക തുടയ്ക്കുക ഇങ്ങനെ ക്ലീൻ ചെയ്യുക അങ്ങനത്തെ പരിപാടിയാണ് എനിക്കിഷ്ടം. കുക്കിംഗ് ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് എന്നാലും കൂടുതൽ ഇങ്ങനെയൊക്കെ ചെയ്യാനാട്ടോ ഇഷ്ടം. അപ്പോൾ അവളോട് ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എല്ലാ പണിയൊക്കെ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി അധികം ടൈമൊന്നുമില്ലല്ലോ ഡെലിവറിക്ക്, അതുകൊണ്ട്. അപ്പോൾ അവൾ ചെയ്യാറുണ്ട് കേട്ടോ, അങ്ങനെ അടിക്കുക തുടയ്ക്കുക അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആദ്യം ഓടി കളിക്കുന്നത്. ഞാൻ അടിച്ചു വരുന്ന തിരക്കിൽ പെട്ടുകൊണ്ട് എനിക്ക് അവർ തിരിച്ചു വരാൻ എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ അമ്മ അതാ നല്ല റാഗി കൊണ്ട് കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കില്ലേ, അങ്ങനെ ആ ഒരു ഫോമിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾക്ക് ബ്ലഡ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഇതൊക്കെ കഴിക്കണം നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ അത് അമ്മ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതാ അടിച്ചു വരൽ കഴിഞ്ഞപ്പോൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ മോപ്പൊക്കെ നല്ല രീതിക്ക് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ തുടയ്ക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പെനോയിലൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ തുടയ്ക്കുക കേട്ടോ. അങ്ങനെ അതാ ആ പരിപാടി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം ഓരോന്നും അടുക്കളയിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നുണ്ട് കേട്ടോ. ആളിങ്ങനെ എന്താ പറയുക, നമ്മളൊരു ഭാഗം ക്ലീൻ ചെയ്ത് വരുമ്പോൾ ആൾ ഓരോ സാധനങ്ങൾ എടുത്തു കൊടുത്തിട്ട് അവിടെ പരത്തി ഇവിടെ പരത്തിയിട്ട് അങ്ങനെ ഒരു സ്വഭാവം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ അമ്മമ്മോട് തുറന്നു തരാൻ പറയാം, അങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടിട്ട് വാതിലടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നൈസായിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു പണി. എന്നിട്ട് ഞാനിത് അവിടെ നമ്മുടെ തുടയ്ക്കൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉമ്മറത്തേക്ക് വന്നപ്പോൾ അച്ഛൻ ഗംഭീര കണക്ക് എഴുതലാണ്. പിന്നെ അവിടെ നിന്ന് എണീക്കാൻ പറഞ്ഞ അച്ഛൻ എണീക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു ഭാഗം ഞാൻ തുടച്ചില്ല, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക, ബാക്കിയുള്ള ഭാഗമൊക്കെ അങ്ങോട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഈ ഒരു അടിയും തുടയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനം കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? വീട്ടിൽ നമ്മൾക്ക് എന്താ പറയുക, നല്ല ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ക്ലീനിങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാറില്ലേ, ആ ഒരു പണി അങ്ങോട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പോഴത്തേനും അതാ ഉപ്പേരിക്കുള്ള കഷ്ണമൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അവിയൽ അത് അവിടെ അടുപ്പത്താവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ മുകളിലേക്ക് പോന്നിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമ്പാൻ വേണ്ടിയിട്ട് എല്ലാ തുണികളും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിലാണ് വാഷിംഗ് മെഷീൻ വരുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അത് സൈഡ് വ്യൂ ആണ്, അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടാട്ടോ ഈ കാണുന്നൊരു വീട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്.
അങ്ങനെ നമ്മുടെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് വന്നപ്പോഴത്തേനും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. 1 മണിയല്ല, 1:30 1:45 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അമ്മ കുറേ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഞാൻ അത്രയ്ക്കൊന്നും കഴിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉപ്പേരിയും അതുപോലെ കറികളെല്ലാം ഓരോന്നായിട്ട് വിളമ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ സദ്യ ഒന്നുമല്ല കേട്ടോ. ഇല കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ചെറിയ രീതിക്ക് തന്നെ ഉള്ളൂ കേട്ടോ. ഇഞ്ചിത്തൈര് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഉപ്പേരി എന്തായിരുന്നു, വഴുതനങ്ങയും കയ്പ്പയ്ക്കയും പയറും എല്ലാം കൂടെ ഇട്ടിട്ടായിരുന്നു കേട്ടോ. പിന്നെ അവിയലുണ്ടായിരുന്നു, പിന്നെ സാമ്പാറായിരുന്നു കേട്ടോ കറി, പിന്നെ നമ്മുടെ കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു, കടുമാങ്ങ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഐറ്റംസ് ഉള്ളൂ കേട്ടോ. ഫൈനലി ഒരു പപ്പടം കൂടെ ഉണ്ട്. ഗൈസ്, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഉച്ചയ്ക്ക് 2:30 ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ തിരുവാതിര കളി കളിക്കണ്ടല്ലോ, അപ്പോൾ അതിന് പോവുകയാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ. അങ്ങനെ ഞാൻ തിരുവാതിര കളിക്ക് പോകാൻ വേണ്ടി സംഗീതേച്ചീനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. സംഗീതേച്ചി എൻ്റെ പെയറാണ്, തിരുവാതിര കളിക്കുമ്പോൾ എൻ്റെ പെയറാണ്. അപ്പോൾ ചേച്ചി ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിയുടെ വണ്ടിയിലും കയറി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ എവിടെയാണ് തിരുവാതിര കളി പ്രാക്ടീസ് ചെയ്യാൻ പോകാറെന്നുള്ളതൊക്കെ എൻ്റെ മുന്നേ വീഡിയോ കണ്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ആൾക്കാരൊക്കെ കുറവായിരുന്നു കേട്ടോ. ഞങ്ങൾ ആകെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ 4 പേരും കൂടെ കളിച്ച് ഏതായാലും വന്നതല്ലേ, പ്രാക്ടീസ് മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടേക്കൊക്കെ കയറിയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ ഡാൻസൊക്കെ പഠിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രാക്ടീസ് ചെയ്യും കൂടി കഴിഞ്ഞാൽ സംഗതി ഉഷാറായിട്ടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു അത്തം സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.